ലോകം ഇന്ന് ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത ഇപ്പോൾ അതിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ്. അമേരിക്ക കൂടി നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയതോടെ ഒരു മൂന്നാം മഹാലോക യുദ്ധത്തിലേക്ക് കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇത് മാത്രമല്ല, ഇന്നലെ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി മരണപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തുടക്കത്തിൽ ഈ വാർത്തകൾ ഇറാൻ നിഷേധിച്ചെങ്കിലും പിന്നീട് അത് സത്യമാണെന്നും ഖമേനി മരിച്ചു എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോകം മൂന്നാം മഹായുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എന്തിനാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചത്? അതുപോലെ തന്നെ എന്തിനാണ് ഇറാൻ സൗദി അറേബ്യയിലേക്ക് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ്, ഫാക്ട്സ്, കോൺട്രവേഴ്സീസ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തോളൂ, കൂടെ ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറാൻ, ഇസ്രയേൽ ആൻഡ് അമേരിക്ക. അടുത്തൊരു വേൾഡ് വാർ കാണേണ്ടി വരുമോ? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഇറാന്റെ സൈനിക താവളങ്ങളും ആണവ നിലയങ്ങളും ലക്ഷ്യമിട്ട് നടന്ന ഈ ഒരു ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി മരണപ്പെട്ട കാര്യം റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് ഇറാന് കിട്ടിയ ഒരു വലിയൊരു തിരിച്ചടിയാണ്. ഇറാനും ചുമ്മാതിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ തിരിച്ചടിച്ചു. ടെല്ലവീവ് ലക്ഷ്യമിട്ടും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആർമി ക്യാമ്പുകൾക്ക് നേരെയും ഇറാൻ മിസൈൽ മഴ പെയ്യിച്ചു. ബഹ്റിൻ, ഖത്തർ, ജോർദാനിലെല്ലാം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്ഥിതി ഇത്രയും വഷളായതെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം, ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് അവസാന ഘട്ടത്തിൽ എത്തിയെന്നും കംപ്ലീറ്റ് ആയാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയൊരു തിരിച്ചടിയാവും. അതാണ് പ്രധാന കാരണം. രണ്ടാമതായി, അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ തലവേദന തരുന്ന ഈ ഒരു ഇറാനിയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കാനും വേണ്ടിയാണ് ഈ ഒരു ആക്രമണം. അതേപോലെ തന്നെ സിറിയ, ലെബനൻ, യമൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ സ്വാധീനം തകർക്കാനുമാണ് ഇസ്രയേൽ ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എല്ലാവരുടെയും സംശയം ഇതാണ്: ഇത് 2-3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി ഒതുങ്ങുമോ, അതോ ഇത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടുമോ, മഹായുദ്ധമായി മാറുമോ എന്നാണ് എല്ലാവരുടെയും പേടി. റഷ്യയും ചൈനയും ഇറാനോട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. റഷ്യയും ചൈനയും കൂടി ഇതിലേക്ക് നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു മഹാലോക യുദ്ധത്തിലേക്കായിരിക്കും കടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെല്ലാം അടച്ചുപൂട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എണ്ണവിലകളെല്ലാം തന്നെ കുതിച്ചുയരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് കൂടെ ഇറാൻ അടച്ചാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത്. എല്ലാവരുടെയും സംശയം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നായിരിക്കും. മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പെട്രോളിയത്തിന്റെ വില നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട്. തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഓരോരോ ഉപകരണത്തിന്റെയും വില വർദ്ധിക്കും. ആയതുകൊണ്ട് തന്നെ ഗോൾഡിന്റെയും സിൽവറിന്റെയും വില കൂടാനും ബാക്കി സ്റ്റോക്ക് മാർക്കറ്റും അതേപോലെ ഫോറക്സ് എല്ലാം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ക്രാഷ് ആവാനും അധികം ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതോടെ ഈ യുദ്ധം അവസാനിക്കുമെന്ന്? യുദ്ധം ഒരിക്കലും ഒന്നിന്റെയും പരിഹാരമല്ല, പക്ഷെ ഇത് കൈവിട്ടു പോയിരിക്കുന്നു. ഇറാൻ വിട്ടുകൊടുക്കുന്ന ഒരിക്കലും തോന്നുന്നില്ല. ഇറാന്റെ ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നതുവരെ അമേരിക്കയും വിട്ടുകൊടുക്കുന്നു തോന്നുന്നില്ല. ഇറാനിയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധം കൈവിട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ലോകം ഒരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ഒന്നും നമുക്കറിയില്ല. എന്ത് അപ്ഡേറ്റ് ആണെങ്കിലും നാളത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എപ്സിൻ ഫയൽസും മോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പത്തെ വീഡിയോയിൽ മലയാളി ഡ്രഗ് കാർട്ടലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലിരുന്ന് ഒരു മലയാളി ഭരിച്ചിരുന്ന ഡാർക്ക് വെബ് ഡ്രഗ് സിൻഡിക്കേറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നതിൽ മാത്രമായിരിക്കും ഞാൻ നാളെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.